എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ റഹീം, അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായി, റിട്ടയർഡായി. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് 6600-ൽ പരം ഫയലുകൾ ഏതാണ്ട് ഉത്തരം കണ്ടെത്തി അത് അവസാനിപ്പിച്ചു എന്നൊരു വസ്തുത കൂടെ നാം അറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള എല്ലാ വിവരങ്ങളും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഒരു പുതിയൊരു നിയമം വരുന്നതായി കേൾക്കുന്നു. എത്ര കണ്ട് വാസ്തവമെന്നറിയില്ല. എങ്കിലും കിട്ടിയ അറിവനുസരിച്ച് ഇനി പൊതുജനങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാൻ സാധ്യമല്ല. എന്ത് വിവരങ്ങളും മുൻകാലങ്ങളിൽ കൊടുത്തതുപോലെ നേരിട്ട് കൊടുക്കാനോ അവരുടെ ഹർജി സ്വീകരിക്കാനോ സാധ്യമല്ല. ഇനിയുള്ള എല്ലാ വിവരങ്ങളും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൂലം മാത്രം ലഭ്യമാക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ ഭരണകൂടം തീരുമാനിക്കുന്നതെന്നറിയുന്നു. ഇതിന് എത്ര കണ്ട് വാസ്തവമെന്നറിയില്ല. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം ഏത് പബ്ലിക്കിനും ഏത് പൊതുജനങ്ങൾക്കും അനായാസം അവർക്കറിയേണ്ട വിവരങ്ങൾ ഏത് രീതിയിലുള്ള വിവരങ്ങളും കിട്ടണമെങ്കിൽ ആ അവകാശ കമ്മീഷൻ ഓഫീസിൽ ചെന്നെങ്കിലേ സാധിക്കത്തൂ. ആ ഒരു സംവിധാനം മാറ്റി നേരെ വിജിലൻസിൽ മാറ്റുമ്പോൾ അത് നേരായ ഒരു നടപടിയല്ല. അത് പൊതുജനങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരിതാണ്. ഇതിന് ഒരു പുനർചിന്ത ചെയ്യേണ്ടത് ആവശ്യമാണ്. പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യന് അവർക്കെന്തെങ്കിലും ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ പറ്റും. ഇതിന് പല സന്നദ്ധ സംഘടനകളുണ്ട്, ലോയർമാരുണ്ട്, പല പ്രഗത്ഭ വ്യക്തികളുണ്ട്. ഇവരെല്ലാം അവരുടെ വിവരങ്ങൾ ആരെങ്കിലും പബ്ലിക്കിനെ സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് നീതി കിട്ടാൻ വേണ്ടി അവർക്ക് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടുന്നത് ഈ വിവരാവകാശ കമ്മീഷനിലൂടെയാണ്. അതിനുവേണ്ടി ഇനി വിജിലൻസിൽ പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണം വിജിലൻസിന് പിടിപ്പത് പണിയുണ്ട്. അവിടെ ഒരു കേസ് പോലെ അതിൻ്റെ കാലാവധി കാര്യങ്ങൾ എന്ത് പോകുന്നത് അത് വേറൊരു ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു പുനർചിന്ത ചെയ്യുക, മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയാണ് ജനം നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് ഓർക്കുക. ഇതെല്ലാവരുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഇത്രയും കാലം ഗവൺമെൻറ്റിനെ വേണ്ട സേവനം നൽകിയ ഡോക്ടർ അബ്ദുൽ റഹീമിന് ലൈഫ് വിഷൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.